മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. യെസ്, 9ാം ക്ലാസ്സിലെ എക്സാം ഇങ്ങ് അടുത്തെത്തുകയാണ്. നമുക്കറിയാം 9ാം ക്ലാസ് പറഞ്ഞാൽ കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ് ടുവാർഡ്സ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, നല്ല നാളേക്കായിരുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ സുഖം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ കുറേ എഴുതാൻ പറ്റിയ ചാപ്റ്റർ ആണ്. നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ മക്കൾ ഞാനൊരു ഒറ്റ ഉറപ്പ് തരികയാണ്, ഇതിന് എവിടെ നിന്ന് വരിക ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയും. നമുക്ക് നോക്കിയാലോ? റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ മക്കൾ മറക്കേണ്ട. സോ ടുവാർഡ്സ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഏതൊക്കെ, അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഇവിടെ ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന പോയിന്റ്സ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് ഒഴിവാക്കിയിട്ട് പഠിക്കരുത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാമത്തെ തന്നെയാണ് ഇത് ഇൻസെക്യൂരിറ്റി ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വൺ. അടുത്തതാണ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൻസ്. അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അതിൻ്റെ കൗമാര കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കാനുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഈ 4 ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതെന്തായാലും എൻ്റെ മക്കൾ പഠിച്ചു പോകണം, ഉറപ്പാണ്. ഇതിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണുള്ളത്. നമുക്ക് ഒന്നാമത്തെ നോക്കാൻ വേണ്ടി പോവാണ്. നല്ല നാളേക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ. ഈ ചോദ്യത്തിന് പ്രത്യേകം എന്താ മക്കളെ, ഈ ചോദ്യത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിനേഷനിൽ 2018 അതേപോലെ 2022 2023 ചോദിച്ചത്, 2023 2019 ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇൻസെക്യൂരിറ്റി ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നോക്കാം. ചില സമയത്ത് ഈ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണാറുണ്ട്, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന്. സിമ്പിളാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ. ഒന്ന് എന്താണ് ദാരിദ്ര്യം, ഒന്ന് ലാക്ക് ഓഫ് ഷെൽട്ടർ, പാർപ്പിട പ്രശ്നങ്ങൾ, ഇൻസെക്യൂരിറ്റി ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ. അടുത്തതാണ് ജുവൈനൽ ക്രൈംസ്, കൗമാര കുറ്റകൃത്യങ്ങൾ. അതിൽ 4 മാർക്കിനായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞത്, ഇൻസെക്യൂരിറ്റി ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ, വൃദ്ധജനങ്ങളുടെ അനാഥത്വം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇതിൽ 1 മാർക്കിന് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. എന്നാണ് വൃദ്ധജനങ്ങളുടെ ഡേ, ഓൾഡർ പേഴ്സൺ ഡേ, വൃദ്ധദിനം എന്നാണ് ഒക്ടോബർ 1 എന്ത് ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. വൃദ്ധജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതാ ഇവിടെ പറയുകയാണ്. നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് ഈ രീതിയിൽ പോയിന്റ്സ് എഴുതിയാൽ മതി. ദ നമ്പേഴ്സ് ഓഫ് ഇൻസെക്യൂർ ഓൾഡ് ഏജ് പീപ്പിൾസ് ഇൻക്രീസ് ഇൻ അവർ കൺട്രി. അഥവാ അനാഥരായ വൃദ്ധജനങ്ങളുടെ എണ്ണം എന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ കൂടി വരികയാണ്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇൻക്രീസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലീസ് ആൻഡ് ദ ഫാമിലീസ് മൂവിങ് സിറ്റീസ്. അണുകുടുംബങ്ങളുടെ വർധനവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടിയിട്ട് ആൾക്കാർ എങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി, നഗരങ്ങളിലേക്ക് താമസം മാറാൻ തുടങ്ങി. ഇതോടെ എന്ത് ചെയ്യാൻ തുടങ്ങി, വൃദ്ധജനങ്ങൾക്ക് ലഭിച്ചിരുന്ന പരിചരണമോ പരിഗണനയോ ലഭിക്കാതെ വരുന്നു. ഹി ഹാർഡ്ലി പ്രൊവൈഡ് ദ സേഫ് ആൻഡ് കൺസിഡറേഷൻ ഫോർ ദ ഓൾഡ് ഏജ് പീപ്പിൾ ഹാവ് എൻജോയ്ഡ്. അത് കിട്ടുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. മാത്രമല്ല അതോടെ ദ കോസസ് ഓഫ് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, അവിടുത്തെ ആൾക്കാർക്ക് വൃദ്ധജനങ്ങൾക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു. മാത്രമല്ല ഡിസഫെക്ഷൻസ് വരുന്നു. അതേപോലെ തന്നെ ഡിസഗ്രീഡ് ലോൺലിനെസ് ആൻഡ് അൺസർട്ടനിറ്റി. അതേപോലെ എക്കണോമിക് ക്രൈസിസ്, ഹെൽത്ത് പ്രോബ്ലംസും സ്ട്രെസ്സും അവിടെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, അനാഥരം എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ അനുഭവപ്പെടുന്നു. അതാണ് ഏറ്റവും കൂടുതൽ വൃദ്ധജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സ്നേഹമില്ലായ്മ കിട്ടില്ല, കാരണം ആരും ഇവരെ നോക്കാനില്ലല്ലോ. അതേപോലെ അംഗീകാരമില്ലായ്മ, ഒറ്റപ്പെടൽ, അനിശ്ചിത ബോധം ഉണ്ടാകുന്നു, സാമ്പത്തിക പ്രതിസന്ധി, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക്, മാനസിക പിന്മുറക്കമൊക്കെ ഇവർക്ക് നേരെ എന്ത് ചെയ്യുന്നു, ഉണ്ടാവുന്നു. സോ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഒറ്റപ്പെടുന്ന പ്രശ്നമാണ് ഏറ്റവും കാരണം. നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുക വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പം ഒന്നാമത് ഈ പോയിന്റ് ചെയ്താൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എഴുതി വെക്കുക എന്ന് എൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. നമ്മൾ ഇവരെന്ത് ചെയ്യണം, എപ്പോഴും താങ്ങും തണലായിട്ട് എന്ത് ചെയ്യണം, സംരക്ഷിക്കണം എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ ചോദ്യം. ഇനി 2ാമത്തെ ചോദ്യം. ഞാൻ ഉറപ്പ് പറയുന്നു ഈ എക്സാമിനേഷൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതും ഇത് തന്നെയാണ്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, വയലൻസ് എഗെയിൻസ്റ്റ് വുമൻസ്. എന്തൊക്കെയാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പ്രശ്നങ്ങൾ? ഒരു വലിയ സാമൂഹിക പ്രശ്നം തന്നെയാണ്. ഈ പ്രശ്നങ്ങളൊക്കെയാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്നത്. ഒന്നാമത് സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈംസ് അഥവാ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. അതേപോലെ തന്നെ ക്രൈം സച്ച് ആസ് ഡിനയൽ ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, അവകാശം, വിദ്യാഭ്യാസത്തിന് അവകാശം നിഷേധിക്കൽ.
അടുത്തതാണ് ഡിഫറെൻറ്റ് വേജ് ഫോർ ദ സെയിം ജോബ്, ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലികൾ കൊടുക്കുന്നത്. മാത്രമല്ല ഡിനൈൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡിങ് ദ എബിലിറ്റീസ്, കഴിവ് തെളിയിക്കാനുള്ള അവസരം എന്ത് ചെയ്യൽ നിഷേധിക്കൽ. അതേപോലെ ഫോർ ദ പബ്ലിക് ആക്ടിവിറ്റീസ്, പൊതുരംഗങ്ങളിൽ എന്ത് ചെയ്യൽ മാറ്റി നിർത്താറുള്ളത്. സോ സ്ത്രീകൾക്കെതിരെ പ്രശ്നങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 മാർക്കിനാണെങ്കിൽ 6 പോയിന്റ്സ് ഉണ്ട്. ഇത് 4 പോയിന്റുകൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ 3 പറഞ്ഞിട്ടുണ്ട്, അതിൽ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3-ാമത്തത് എന്തൊക്കെയാണ് ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പം നിങ്ങൾക്കറിയാം, ദ യൂസ് ഓഫ് നാർക്കോട്ടിക്സ് ഈസ് ഇൻക്രീസിങ് ഇൻ അവർ സൊസൈറ്റി, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാം? ഉറപ്പിച്ചോളി കേട്ടോ, ഉറപ്പിച്ചോളി. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതിലെ പോയിന്റ്സ് നോക്കിക്കോളി. ഈ ലഹരി ഉപയോഗിച്ചാൽ എന്തുണ്ടാവും? ആദ്യം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവും. മാത്രമല്ല അവരെ ജോബൊക്കെ ആണെങ്കിൽ ജോബുകളൊക്കെ എന്തെങ്കിലും പോവും, അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് മാറും, അവർക്ക് പണിയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. മാത്രമല്ല ഇൻക്രീസ് ക്രൈം, അവർ നല്ല രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല മെമ്മറി ലോസ് ഉണ്ടാവും, ഓർമ്മക്കുറവുണ്ടാവും. മാത്രമല്ല സൂയിസൈഡൽ ടെൻഡൻസി ആൻഡ് ആക്സിഡൻ്റൽ ഡെത്ത്, അപകട സാധ്യതയും അതേപോലെ ആത്മഹത്യയും എന്ത് ചെയ്യും കാരണമാകും. മാത്രമല്ല ഡിനൈൽ സോഷ്യൽ കോണ്ടാക്ട്, ഇവർക്ക് സമൂഹമായിട്ട് യാതൊരു ബന്ധവും എന്തുണ്ടാവില്ല, അവിടെ ഉണ്ടാവില്ല. പറഞ്ഞില്ല കോസസ് ഓഫ് ഫാമിലി പ്രോബ്ലംസ് ആൻഡ് എക്കണോമിക് ക്രൈസിസ്, കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നു കാരണമാകുന്നുണ്ട്. ലേണിംഗ് പ്രോബ്ലംസ്, കൃത്യമായിട്ട് പഠനങ്ങളിൽ ഇതാക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്താൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ 3-ൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യനും, എങ്ങനെയാണ് കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ കാരണമാകുന്നത്, കുട്ടികൾ കുറ്റവാളിയായി തീരാനുള്ള കാരണങ്ങൾ. ഒന്നാമത്തേത് തന്നെ ഡിഫക്റ്റ് ഇൻ ഫാമിലി റിലേഷൻ, ഒന്നാമത് കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരണം. അതേപോലെ യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മിസ്യൂസ് ഓഫ് മീഡിയ, ദൃശ്യമാധ്യമങ്ങളുടെ ദുരുപയോഗം. ആൻഡ് അടുത്തതാണ് സോഷ്യൽ വാല്യൂസ് എന്ത് ചെയ്യുന്നു, നിൽക്കുണ്ടാവുന്ന ഒരു ഡിക്ലൈൻ അല്ലെ തകർച്ച എന്നും കൂടി എന്ത് ചെയ്യുക എൻ്റെ മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഈ ചാപ്റ്ററിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എൻ്റെ മക്കളെ ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചിട്ട് പോകാം. ഇനി മാത്രമല്ല ഇതിലെല്ലാ ചാപ്റ്റേഴ്സുകളെ കുറിച്ചിട്ടും ഇന്ന് രാത്രി 7:30 ലൈവ് വരുന്നുണ്ട്. എൻ്റെ മക്കളെല്ലാവരും അങ്ങോട്ട് വാ, നമുക്ക് അടിപൊളിയാക്കി ലെവലാക്കി അവിടെ നമുക്ക് പഠിക്കണം. റെഡി അല്ലടാ? സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, മാത്രമല്ല ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലെ ഏത് ചാപ്റ്റേഴ്സ് വേണമെന്നും കമൻറ്റ് ചെയ്യാം. മാത്രമല്ല ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, ബൈ.